ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതുവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ നല്ല പിതാവേ, ഒരു വിശുദ്ധ പകലിലൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകിയത് കൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ ഈ ഭൂമിയിലാകുന്നത് അങ്ങയുടെ കൃപയാണ്. അങ്ങ് ഞങ്ങളെ ജീവനോടെ കാക്കുന്നത് കൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ വില പലപ്പോഴും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിലും ആ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ പകൽ നിമിഷങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ ചേർന്ന് വരുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് ആദരിക്കണമേ. ലോകം പാടി ചിതറിപ്പാർക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ക്ലേശത്തിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊറോണ മഹാവ്യാപി വളരെയധികം വ്യാപരിക്കുമ്പോൾ ഈ രോഗവ്യാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ നീട്ടി സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണമേ. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതി
മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നീണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നീണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലൻ നീണം ചിന്തി മനുവേലൻ നീണം ചിന്തി മനുവേലൻ നീണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മകൻ സ്നേഹം മകൻ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൻ സ്നേഹം മകൻ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിത് പിരിയാ ബന്ധമാണിത് പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും. മരണം കൊണ്ട് ഈ ലോകത്തിലെ സകല ബന്ധങ്ങളും അവസാനിക്കുമ്പോൾ യേശുവുമായുള്ള നമ്മുടെ ബന്ധം മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാണ് ഈ ബന്ധം. ആ ബന്ധത്തിൽ ചേർന്ന് വരുവാൻ കൃപ ലഭിച്ചത് കൊണ്ട് ഒരുമിച്ച് സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടാം. യെസ്. മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാ പിരിയാ ബന്ധമാണേതു യുഗകാലം വരെയും. ഒരിക്കൽ കൂടെ മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാ പിരിയാ ബന്ധമാണേതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണേതു പിരിയാ ബന്ധമാണേതു പിരിയാ ബന്ധമാണേതു യുഗകാലം വരെയും. ഒരിക്കൽ കൂടെ പിരിയാ ബന്ധമാണേതു പിരിയാ ബന്ധമാണേതു പിരിയാ ബന്ധമാണേതു യുഗകാലം വരെയും. ഒരിക്കൽ കൂടെ ഓ പിരിയാ ബന്ധമാണേതു പിരിയാ ബന്ധമാണേതു പിരിയാ ബന്ധമാണേതു യുഗകാലം വരെയും. മകൻ സ്നേഹം മകൻ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൻ സ്നേഹം മകൻ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൻ
മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവേ കുരിശിൽ കൈവേടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവേടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിനായി കുരിശിൽ കൈവേടിഞ്ഞു. കർത്താവിൻ്റെ ധന്യമായ നാമം ഈ വിശുദ്ധ പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രവിക്കുന്ന ബഹുമാനീയരും ആദരണീയമായ എല്ലാ അഭിഷിക്തന്മാർക്കും ദൈവജനത്തിനും, വിശേഷാൽ കണ്ണമ്പള്ളി സഭയിലുള്ള എല്ലാ ദൈവജനത്തിനും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് പകൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില മാസങ്ങളായി കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ കഴിയാതെ ദൈവമക്കൾ അവിടെകളായിരിക്കുന്നെങ്കിലും നാം അനുഭവിക്കപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായും ദൈവത്തിന്റെ കൃപയ്ക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇത് പകൽ വീണ്ടും സംസാരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ദൈവവചന ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകം 118 അധ്യായം അതിൻ്റെ 22 വാക്യം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 118 അധ്യായം അതിൻ്റെ 22 വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അർത്ഥവാക്യം: ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. 118 സങ്കീർത്തനം നമ്മിൽ പലർക്കും മനഃപ്പാഠം അറിയാവുന്ന സങ്കീർത്തനമാണ്. ഇതിലെ പല വാക്യങ്ങളും നാം ആവർത്തിച്ച് പറയുകയും പ്രാർത്ഥനയിൽ ഉരുവിടുകയും ചെയ്യുന്ന വേദഭാഗങ്ങളാണ്. ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്ന അനുഗ്രഹീതമായ സങ്കീർത്തനമാണ് 118 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമുക്ക് പരിചിതമായ പല ഭാഗങ്ങളുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് എന്ന് തുടങ്ങിയുള്ള ധാരാളം വേദഭാഗങ്ങൾ നമ്മെ ബലപ്പെടുത്താറുണ്ട്. ഇതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഭക്തരെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ
തന്റെ സ്വന്തം അനുഭവങ്ങളും തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രകാശവും ഓർപ്പിച്ചുണർത്തുകയാണ്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക രക്ഷയെ അംഗീകരിച്ച് ഏറ്റുപറയുകയും 22 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും വീണ്ടും സമയങ്ങൾ വേർതിരിക്കുകയാണ്. വിശദമായി ഈ 118 സങ്കീർത്തനം മുഴുവനായി ചിന്തിക്കാതെ നാം വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുന്നു. അതിന് 22, 23 വാക്യങ്ങളാണ് നാം വായിച്ചത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. മനുഷ്യൻ തള്ളുന്നു, ദൈവം സ്വീകരിക്കുന്നു. മനുഷ്യൻ തള്ളുന്നു, ദൈവം സ്വീകരിക്കുന്നു. ഇവിടെ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണിത്. ഞാൻ അതിലേക്ക് വീണ്ടും വരാം. അതിനു മുമ്പ് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മിൽ പലരും പല കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. ലഭിക്കപ്പെട്ട കുറെ ഈ ഫ്രീ ടൈമുകൾ പലരും പല നിലകളിലാണ് ഉപയോഗിച്ചത്. ചിലർ കൃഷി ചെയ്തും ചിലർ മറ്റു പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞും പല കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ അതിനകത്ത് ചിലർ ചെയ്ത പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. പാഴ്വസ്തുക്കളായിരുന്ന പലതിനെയും ശേഖരിച്ച് അതുകൊണ്ട് തന്നെ മനോഹര ശില്പങ്ങളാക്കി മാറ്റിയത് നാം കണ്ടു. പ്രത്യേകിച്ച് കുപ്പികൾ, അതുപോലെ ചിരട്ടകൾ, ഈർക്കലുകൾ, ചില വേരുകൾ, ഇതൊക്കെ അവർ ശേഖരിച്ച് അതിനൊക്കെ മനോഹര ശില്പങ്ങളാക്കി മാറ്റിയത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രയോജനമില്ലാതെ മാറ്റിയിട്ടിരുന്നത്, പ്രയോജനമില്ലാതെ, മൂല്യമില്ലാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മാറ്റിയിട്ടിരുന്ന പലതിനെയും ലഭിക്കപ്പെട്ട സന്ദർഭങ്ങൾ അത് വിലപ്പെട്ടതായി കണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായ, മൂല്യമുള്ള, വിലയുള്ള ഓരോ ശില്പങ്ങളാക്കി മാറ്റിയത് നമ്മിൽ പലരും കണ്ടു, നമ്മിൽ പലരും ചെയ്തു. സമർത്ഥനായ ഒരു ശില്പിയുടെ കയ്യിൽ ഈ പാഴ്വസ്തുക്കൾ, ഈ പ്രയോജനമില്ലാത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടത് കിട്ടിയപ്പോൾ, കയ്യിലെത്തിയപ്പോൾ അതിന് രൂപം മാറി, അതിന്റെ ഭാവം മാറി, അതിന് ഈടും ബലവും വർദ്ധിച്ചു, അതിന് മൂല്യവും വർദ്ധിച്ചു. ഇത് വെച്ചാൽ പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ, തള്ളിക്കളഞ്ഞതിനെ, പ്രയോജനമില്ലാതിരുന്നതിനെ ഒരു സമർത്ഥനായ ശില്പിയുടെ കയ്യിൽ എത്തിയപ്പോൾ അതിന് ചേഞ്ചായി, അതിന് വ്യത്യാസമുണ്ടായി. ഈ അർത്ഥമാണ് നാം ചിന്തിക്കേണ്ടത്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. ഞാൻ പറഞ്ഞു, ഇത് യേശുവിനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. ഞാൻ അതിലേക്ക് വീണ്ടും വരാം. എങ്കിലും മനുഷ്യൻ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി മാറുകയാണ്. ശരിക്കും ഈ പാഴായി പോയത്, ഈ ശൂന്യമായി പോയത്, ഈ പ്രയോജനരഹിതമായി മാറിയത്, മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ മാറിക്കിടന്നത് തേടിച്ചെന്ന് അതിനെ ശേഖരിക്കുവാൻ മനസ്സ് വെച്ചു. അതിന് മറുനിലയിൽ പറഞ്ഞാൽ ശില്പിയുടെ കയ്യിലേക്ക് അത് എത്തിച്ചേർന്നു. കയ്യിൽ എത്തിച്ചേർന്നതൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശില്പങ്ങളായി മാറി. ഞാൻ അപ്പോൾ തന്നെ മറ്റൊരു കാര്യം പറയാം. പല പാഴ്വസ്തുക്കളെയും കൊണ്ട് മനോഹര ശില്പങ്ങൾ ഉണ്ടാക്കി എന്നത് സത്യമാണെങ്കിലും ഈ എല്ലാ പാഴ്വസ്തുക്കളും ശില്പങ്ങളായി മാറിയിട്ടില്ല. ഇന്നും പാഴ്വസ്തുക്കൾ കിടപ്പുണ്ട്.
ആരുടെയൊക്കെയോ കണ്ണിൽപ്പെടാതെ, ശില്പിയുടെ കയ്യിൽ എത്താതെ പാഴ്വസ്തുക്കളായി ഇന്നും അവ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ശില്പിയുടെ കണ്ണിൽപ്പെട്ടതോ ശില്പിയുടെ കയ്യിലെത്തിയതോ ആയ പാഴ്വസ്തുക്കളെ ഒക്കെ മനോഹര ശില്പങ്ങളാക്കി ഒരു ശില്പി മാറ്റിയെടുക്കുന്നത് പോലെ പ്രയോജനമില്ലാതിരുന്ന, തള്ളിക്കളയപ്പെട്ട, മൂല്യമില്ലാതിരുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദയായി മാറിയ എന്നെയും നിങ്ങളെയും അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ നല്ല ശില്പിയുടെ കയ്യിൽ എത്തിയത് കൊണ്ടോ എത്തിച്ചത് കൊണ്ടോ ഇന്ന് ഞാനും നിങ്ങളും മൂല്യമുള്ളവരായി മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മെ ഒരിക്കലും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടവർ, തള്ളിക്കളഞ്ഞവർ ദൈവകരങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ വിലയുള്ളവരായി മാറുകയാണ്, നമ്മൾ വിലപ്പെട്ടവരായി മാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ചില പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 6-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. ഞാനത് ഇങ്ങനെ പറയാം. ഞാൻ മുമ്പേ ഓർപ്പിച്ചു, എല്ലാ പാഴ്വസ്തുക്കളും ശില്പങ്ങളായി മാറിയിട്ടില്ല. ഇന്നും പാഴ്വസ്തുക്കളുണ്ട്. ശില്പിയുടെ കയ്യിൽ എത്തിയതോ എത്തിച്ചതിനെയാണ് ശില്പി നല്ല ശില്പങ്ങളായി മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. പിതാവ് നമ്മെ കണ്ടു, നമ്മെ അവൻ മുന്നമേ അറിഞ്ഞു. പിതാവ് നമ്മെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു. കർത്താവിന്റെ അടുക്കലേക്ക് വരാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കപ്പെട്ടു. അങ്ങനെ അവന്റെ അടുക്കൽ നമ്മൾ വന്നതുകൊണ്ട് നമ്മൾ ഒരു നാളും തള്ളപ്പെട്ടില്ല. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ തള്ളപ്പെട്ടവർ ധാരാളം പേരുണ്ട്. എന്നാൽ ദൈവകരങ്ങളാൽ അവർ ഉപയോഗിക്കപ്പെട്ടപ്പോൾ ആമേൻ മൂല്യമുള്ളവരായി മാറിയവരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ പുതിയ നിയമത്താളുകൾ നാം പഠിച്ചാൽ നമുക്കത് ധാരാളം ശ്രദ്ധിക്കാൻ കഴിയും. സമയപരിധിക്കുള്ളിൽ വളരെ പരിചിതമായ ചിലരെ ഒന്ന് പരിചയപ്പെടുത്തി ഈ സന്ദേശം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, പദങ്ങൾ വ്യക്തികളെ എടുത്താൽ ധാരാളം പേരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ ഒത്തിരി പേരുടെ ചിന്തകൾ വരുന്നു എന്ന് എനിക്കറിയാം. എല്ലാവരെയും പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ചിലരെ മാത്രം ഞാൻ ഓർപ്പിച്ചു വരാം. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടി, അവരുടെ ഉദ്ധാരത്തിന് വേണ്ടി, അവരുടെ വിമോചനത്തിന് വേണ്ടി വിമോചക നായകനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മോശ. അവന്റെ ജനനം നമുക്കറിയാം, അവന്റെ വളർന്നു വച്ച പശ്ചാത്തലം നമുക്കറിയാം, അവരുടെ ജീവിത രീതികൾ നമുക്കറിയാം. സ്തോത്രം. കൊട്ടാരത്തിൽ വളർന്നു വന്ന മോശ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സകലവിധ അഭ്യസ്ത വിദ്യകളും പഠിച്ചു വന്ന ഫറവോന്റെ പുത്രന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ലഭിച്ച് മോശ, പക്ഷേ അവന്റെ ഉള്ളിൽ ദൈവം നൽകിയ നിയോഗമുണ്ടായിരുന്നു. എന്റെ സഹോദരങ്ങളെ വിടുവിക്കുക, ഇസ്രായേൽ ജനത്തിനെ അടിമത്തിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നത് ദൈവം അവന്റെ ഉള്ളിൽ നൽകിയ നിയോഗമായിരുന്നു. ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് മോശ രംഗത്തിറങ്ങുന്നത് നമുക്ക് കാണാം. പഴയ നിയമഭാഗങ്ങളെക്കാൾ അതിനെ അല്പം വിശദമായി പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്തെഫാനോസിന്റെ പ്രസംഗം, ഈ പ്രസംഗത്തിൽ വളരെ വ്യക്തമായി മോശയെ കുറിച്ച് പറഞ്ഞ പല പദപ്രയോഗങ്ങൾ നാം ശ്രദ്ധിക്കണം. 7-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം മുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മോശയെ കുറിച്ചുള്ള, അവന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഞാൻ ആ ഭാഗമല്ല വിശദമാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദൈവം നൽകിയ നിയോഗമനുസരിച്ച് സ്വന്തം ജനത്തിന് വിടുതലിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മോശെ 27 വാക്യത്തിലേക്ക് വരാം. സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ മോശെ എന്ന് പറയുന്നു, നമ്മൾ സഹോദരന്മാരല്ലേ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അന്യായം ചെയ്തത് എന്താണ്? നിങ്ങൾ തമ്മിൽ സഹോദരങ്ങളല്ലേ? ഈ സമയത്ത് 27 വാക്യം ഞാൻ വായിക്കുന്നു. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആര്? ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. വലിയ പ്രതീക്ഷയോടെ കടന്നുപോയ മോശെ സ്വന്തം സഹോദരന്റെ വാക്കിൽ നിന്ന് പുറപ്പെട്ട വാക്യം ഇതാണ്: നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആര്? തള്ളിക്കളയപ്പെട്ട മോശെ. അവിടെ നിന്ന് ഓടിപ്പോകുന്ന മോശെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമ്മായിപ്പനായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന മോശെ. പക്ഷേ അങ്ങനെ പോയിരുന്ന സമയത്ത് ദൈവം മോശയെ വിളിക്കുകയാണ്. 40 വർഷങ്ങൾ ആടുകളെ പുറത്ത് നടക്കുന്ന മോശയെ ദൈവം വിളിക്കുന്നു. മുൾപ്പടപ്പിൽ ദൈവം പ്രത്യക്ഷനാകുന്നു. ആ ഭാഗത്തിലേക്ക് വരുന്നു. 34 വാക്യം: വരിക, എന്റെ ജനത്തെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമിലേക്ക് അയക്കും. അവിടെ സ്തെഫാനോസിന്റെ സന്ദേശത്തിൽ മോശയുടെ മറുപടി കാണാൻ കഴിയുന്നില്ലെങ്കിലും പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, മോശ പറയുന്നു, ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ എന്നെ തള്ളിക്കളഞ്ഞതാണ്, ഞാൻ തള്ളിക്കളയപ്പെട്ടവനാണ്. എന്റെ സഹോദരങ്ങൾ നിന്നെ ഞങ്ങൾക്ക് കർത്താവായി അധികാരിയായി ആക്കിയത് ആര് എന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. ഇനി എന്നെ അവർ സ്വീകരിക്കില്ല. ഒരുപക്ഷെ തള്ളിക്കളയപ്പെട്ടവന്റെ വേദന, പുറങ്കാലുകൊണ്ട് മടക്കി തൊഴിച്ചവന്റെ വേദന അപ്പോൾ മോശയുടെ ഉള്ളിലുണ്ട്. ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ പലരും നിന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നിന്നെ സ്വീകരിക്കാതിരുന്നിട്ടുണ്ട്, നിന്റെ മുഖത്ത് നോക്കി നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്, ചോദ്യശരങ്ങൾ നിനക്കെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്, നിന്റെ നല്ല മനസാക്ഷിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഹൃദയവേദന ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ മോശേ, നീ മൗനമായി കഴിഞ്ഞ 40 വർഷമായി ആടുകളെ പുറകിൽ നടക്കുമ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് വേദനയുണ്ട്. ഞാൻ തള്ളിക്കളയപ്പെട്ടവനാണ്, ഞാൻ തള്ളപ്പെട്ടവനാണ്, എനിക്ക് മൂല്യമില്ലാത്തവനാണ്, ന്യായകർത്താവായോ അധികാരിയായോ ഇരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്റെ ജീവിതം ഈ ആടുകളെ മേയിച്ചുകൊണ്ട് അവസാനിക്കാനുള്ളതാണ്. പക്ഷേ ഇന്ന് പകൽ ദൈവാത്മാവിന്റെ ബഹുനിശ്ചയത്തോടെ ഞാൻ പറയട്ടെ, അങ്ങനെ അവസാനിക്കാനുള്ളതല്ല നിന്റെ ജീവിതം. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും അതല്ല. നിന്നെ ദൈവത്തിന് വ്യത്യസ്തനാക്കാൻ ആഗ്രഹമുണ്ട്. നിന്നെ കുറിച്ചുള്ള ദൈവിക നിയോഗം വീണ്ടും നൽകാൻ ആഗ്രഹമുണ്ട്. തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്നെ പണിതെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ വാക്യത്തിലേക്ക് വരുന്നു. 35 വാക്യം: നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ കണ്ടോ. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവായി അധികാരിയാക്കി മാറ്റിയത് ആരെന്ന് പറഞ്ഞ് ഉന്തിക്കളഞ്ഞ തള്ളിക്കളഞ്ഞ മോശയെ അവിടെ വായിക്കുന്നു. മുൾപ്പടപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു, നിയോഗിച്ചയച്ചു. ചെന്നതിന് ശേഷമല്ല അപ്പോയിന്റ് ചെയ്തത്, അയക്കുന്നതിന് മുമ്പേ അപ്പോയിന്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തിരിച്ചറിയുക. ഇന്നലകളിൽ നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ, ഇന്നലകളിൽ നിന്നെ നിരസിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ നിന്നെ ദൈവം നിയോഗം നൽകി, ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്ത് അയക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലകളിൽ നിന്നെ ചോദ്യം ചെയ്തവരുണ്ട്, നീ ആരെന്ന് നിന്റെ മുഖത്ത് നോക്കി ചോദിച്ചവരുണ്ട്. പക്ഷേ ചോദ്യം ചെയ്തവരുടെ മുമ്പിൽ, തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പോകുക. ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? തള്ളിക്കളഞ്ഞു, നീ തള്ളപ്പെട്ടവനാണ്, നീ തള്ളപ്പെട്ടവളാണ്, നിന്നെ ഒത്തിരി പേര് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നിന്നെ ദൈവം അധികാരിയാക്കി മാറ്റുകയാണ്, നിന്നെ ദൈവം ന്യായകർത്താവാക്കി മാറ്റുകയാണ്, അപ്പോയിന്റ് ചെയ്ത് ദൈവം അയക്കുകയാണ്. നമുക്ക് ആ ഭാഗം അറിയാം.
പിന്നത്തേതിൽ മോശ ചെന്നപ്പോ നീ ആരെന്ന് ചോദിച്ചില്ല. നിന്നെ അയച്ചതാരെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു. കേട്ടോ, അപ്പോൾ തള്ളിക്കളഞ്ഞ കല്ലിനെതയും മൂലക്കല്ലാക്കി മാറ്റി. ഉന്തിക്കളഞ്ഞവർ, തള്ളിക്കളഞ്ഞവർ നാളെ മോശയെ നായക എന്ന് വിളിക്കാൻ തുടങ്ങി. തള്ളിക്കളഞ്ഞവർ മോശ നിമിത്തം വിടുതൽ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ നിന്നെ ഉപേക്ഷിച്ചവർ, ഇന്നലകളിൽ നിന്നെ തള്ളിക്കളഞ്ഞവർ, അവർ നീ നിമിത്തം ഉദ്ധാരണം പ്രാപിക്കാൻ പോകുകയാണ്. നീ നിമിത്തം വിടുതൽ അനുഭവിക്കപ്പെടാൻ പോകുകയാണ്. നീ നിമിത്തം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പോകുകയാണ്. നീയാണ് വിടുതലിന് കാരണഭൂതനായി തീർന്നതെന്ന് അവർ നാളത്തേതിൽ പറയത്തക്ക വിധത്തിൽ നിന്നെ വിമോചകനായി, നിന്നെ അധികാരിയായി ദൈവമാക്കുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലാക്കി മാറ്റുകയാണ്. ദാവീദിനെ നോക്കിക്കേ, തള്ളിക്കളയപ്പെട്ടവൻ. ഞാൻ എപ്പോഴും പറയാറുള്ള ഭാഗമാണത്. ഇശായുടെ വീട്ടിലേക്ക് ശമൂവേൽ വരുമ്പോ, നിന്റെ മക്കൾ ഒരുവനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ, അവിടെ നടക്കുന്ന വിരുന്നിൽ ദാവീദിനെ വിളിക്കാൻ ആരും തയ്യാറായില്ല. അവൻ തള്ളപ്പെട്ടവനാണ്. വീട്ടിൽ നടക്കുന്ന ഒരു വിരുന്നിൽ ക്ഷണിക്കപ്പെടാൻ കഴിയാതെ തള്ളപ്പെട്ടവനാണ് ദാവീദ്. ആ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് വിശദമാക്കുന്നില്ല. നമുക്കറിയാം, ദാവീദിന്റെ ജ്യേഷ്ഠന്മാരെ ഓരോരുത്തരായി ശമൂവേലിന്റെ മുമ്പിൽ കൂടി കൊണ്ടുപോയി. ആരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. ഇശായിയോട് ശമൂവേൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ മക്കളിൽ എല്ലാവരുമായോ? അപ്പോൾ പറയുന്ന മറുപടിയുണ്ട്, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. നമ്മൾ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗം, ആടിനെ മേയ്ക്കാനല്ലാതെ വാളെടുക്കാനോ യുദ്ധം ചെയ്യാനോ രാജകൊട്ടാരത്തിൽ ഇരിക്കാനോ ഒന്നും കഴിവുള്ളവനല്ല അവൻ. വിരുന്നിൽ നിന്ന് തള്ളപ്പെട്ടു. ദാവീദ് പറഞ്ഞ ഭാഗം നമുക്കറിയാം. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തു. വിരുന്നിൽ നിന്ന് തള്ളപ്പെട്ടവൻ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചവൻ, മറന്നുപോയവൻ. ഇനി നോക്കി ചേട്ടന്മാരെ, ഗോലിയാത്ത് വെല്ലുവിളി ഉയർത്തുമ്പോ ദാവീദ് വന്ന് ചോദിക്കുന്നു, എന്തോ പറ്റി, എന്താണ് കാര്യം, ഇവിടെ എന്താ ഈ ഘോരഭാരം കേൾക്കുന്ന ശബ്ദം, എന്താ, എന്തോ ഈ വെല്ലുവിളി? ആ സമയത്ത് ചേട്ടൻ വന്ന് തലവേസ്വത്രം, എന്റെ ഭാഷയെ പറഞ്ഞ ചെവിക്ക് പിടിച്ച് കറക്കി പറ, വീട്ടിൽ പോടാ, നിന്റെ നികളവും അഹങ്കാരം എനിക്കറിയാം, നീ പട കാണാൻ വന്നതല്ലേ, വീട്ടിൽ പോ. കണ്ടോ, നിന്നെ കൊള്ളത്തില്ല, നിന്നെ ഈ പട കാണാനൊന്നും കൊള്ളത്തില്ല, നിനക്ക് ഈ പടയ്ക്കൊന്നും പറ്റില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നീ പോ, നീ വീട്ടിൽ പോ. ആടിനെ മേയ്ക്കാനല്ലാതെ കുറച്ച് ആടുണ്ടായിട്ട് നീ അതിനെ എവിടെ വിട്ടിട്ട് വന്നത്, നീ തിരിച്ചു പോ എന്നും പറഞ്ഞ് തള്ളിക്കളയാണ് ജ്യേഷ്ഠന്മാർ. അപ്പോൾ വിരുന്നിൽ നിന്ന് തള്ളപ്പെട്ടവൻ, അപ്പനും അമ്മയും മറന്നു കളഞ്ഞവൻ, യുദ്ധം ചെയ്യാൻ കഴിവില്ല, ആടിനെ മേയ്ക്കാനേ കഴിവുള്ളെന്ന് പറഞ്ഞ് തള്ളിക്കളയപ്പെട്ടവൻ ജ്യേഷ്ഠന്മാരാൽ. ഇനി നിങ്ങൾ നോക്ക്, ഗോലിയാത്തിനെ നേരെ കടന്നു ചെല്ലുക അഭിഷേകത്തോടെ. ആ സമയത്ത് ഗോലിയാത്തവനെ പരിഹസിക്കുന്നുണ്ട്. ആ വാക്യങ്ങൾ എല്ലാം വായിക്കുന്നില്ല. 17:42 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ഗോലിയാത്ത് പരിഹസിക്കുക. ഗോലിയാത്ത് ചോദിക്കുന്നു, നീ എന്താ, നീ നായയൊക്കെ വരുന്ന പോലാണ് എന്നൊക്കെ വരുന്നേ, വടിയും വേലുമായിട്ട് വരാൻ ഞാൻ നായാണോ? നീ എന്റെ നേരെ പറ്റിയ ആളല്ല. നമ്മുടെ ഭാഷ പറഞ്ഞ തരത്തിനൊത്തവനല്ല നീ എന്നെ വിടെ, നീ വേറെ ആളിനെ പിടി. പരിഹസിക്കുക. മറുപടി എന്താ ദാവീദ് പറഞ്ഞ, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരിക. നീ എന്നെയല്ല നിന്ദിച്ചത്, ദൈവത്തെയാ നിന്ദിച്ചത്. കണ്ടോ, അപ്പോ വിരുന്നിൽ നിന്ന് തള്ളപ്പെട്ടു, അപ്പനും അമ്മയും മറന്നു കളഞ്ഞു, ചേട്ടന്മാർ നിന്ദിച്ചു, ഗോലിയാത്ത് നിന്ദിച്ചു, സകല ആളുകളും നിന്ദിച്ചു. പക്ഷേ തള്ളിക്കളയപ്പെട്ട ദാവീദ് ദൈവത്താൽ മാനിക്കപ്പെട്ടു, ദൈവത്താൽ ഉയർത്തപ്പെട്ടു. തള്ളയാടുകളെ മേയ്ക്കുന്നവന്റെ ഇടയിൽ നിന്ന് ദൈവം ദാവീദിനെ വിളിച്ചു വരുത്തി. സ്തോത്രം. രാജസിംഹാസനം നൽകി, രാജാധികാരം നൽകി. പിന്നത്തെ നമുക്കറിയാം, ഇവരൊക്കെ ദാവീദിന് മുമ്പിൽ പരാജയപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ
മോശയെ തള്ളിക്കളഞ്ഞപ്പോ ദൈവം മാനിച്ചെങ്കിൽ, ദാവീദിനെ തള്ളിക്കളഞ്ഞപ്പോ ദൈവം മാനിച്ചെങ്കിൽ, ഇത് മകൾ വിശ്വസിക്കുക, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി മാറ്റുക. നിന്നെ നിന്ദിക്കുന്നവർ കാണാം, നിന്നെ പരിഹസിക്കുന്നവർ കാണാം, നിന്നെ ഉപേക്ഷിക്കുന്നവർ കാണാം, നിന്നെ മറക്കുന്നവർ കാണാം. പക്ഷെ നിന്നെ മാനിക്കുന്ന ദൈവമുണ്ട്. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ഉയർത്തി മാനിക്കുന്ന ദൈവം. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് ഇബ്താഹിനെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇബ്താഹിനെ കാണാം. അവന് പരാക്രമശാലിയാണ്, പക്ഷെ വേശ്യാപുത്രനാണ്. അവനെ പരിചയപ്പെടുത്തി തുടങ്ങുന്നത് അങ്ങനെയാ. ഗിലിയാദിനായ ഇബ്താഹ് പരാക്രമശാലി എങ്കിലും വേശ്യാപുത്രനാണ്. സഹോദരങ്ങൾ അവനെ നിന്ദിക്കുന്നു. 2-ാം വാക്യം, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കില്ല, നീ പരസ്ത്രീയുടെ മകനല്ലോ എന്ന് പറഞ്ഞ് അവനെ നീക്കിക്കളയുകയാണ്. ഇബ്താഹിനെ നോക്ക്, ജനനത്തിൽ വളർച്ചയിൽ തള്ളിക്കളയപ്പെട്ടവൻ. സ്വന്തം സഹോദരന്മാർ അവനെ തള്ളിക്കളയുകയാണ്. നീ ഞങ്ങളുടെ കൂടെ അവകാശം പ്രാപിക്കില്ല, നിനക്ക് ഞങ്ങൾ അവകാശം തരില്ല, നീ പരസ്ത്രീയിൽ ജനിച്ച മകനാണ്, നീ പൊക്കോ എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയുകയാണ്. അടുത്ത വാക്യം വായിക്കുന്നു, 3-ാം വാക്യം, ഇബ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. നിസാരന്മാരായ ചിലർ ഇബ്താഹിനോട് ചേർന്ന് അവനുമായി സഞ്ചരിച്ചു. സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, പോവാ. ഇപ്പൊ കൂട്ടുകാര് നിസ്സാരന്മാർ, കഴിവില്ലാത്തവർ. പക്ഷെ തള്ളിക്കളയപ്പെട്ട ഇബ്താഹിനെ ദൈവം മാനിച്ചു. 4 വാക്യങ്ങൾ വായിച്ചു വന്നാൽ നമുക്കറിയാം, ഇബ്താഹിനെ തേടി തലവന്മാർ വരികയാണ്. ഇബ്താഹിന്റെ അടുക്ക വന്ന് ഗിലിയാദിലെ തലവന്മാർ, മൂപ്പന്മാർ ചോദിക്കുന്നു, നീ വരണം, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, നിന്നെ ഞങ്ങൾ തലവനാക്കാം. നിങ്ങൾ നോക്കാം ഭാഗം. പിന്നത്തേതിൽ നമ്മൾ മനസ്സിലാക്കുമ്പോ 15-ാം വാക്യം, അങ്ങനെ ഇബ്താഹ് ഗിലിയാദിലെ മൂപ്പന്മാരുമായി പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. തള്ളിക്കളയപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ, അവകാശം നൽകില്ലെന്ന് പറഞ്ഞവൻ, നിസ്സാരന്മാരായ ആളുകൾ കൂടെ നടന്നവൻ. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി ദൈവം മാറ്റുക. അവനിപ്പോ തലവനായി, അവനിപ്പോ സേനാധിപതിയായി. അവൻ മറന്നില്ല ദൈവത്തെ. യഹോവയുടെ സന്നിധി ചെന്ന് തന്റെ കാര്യമെല്ലാം പറഞ്ഞു. അവന് പറയാൻ ഒരു സന്നിധാനമുണ്ട്. അവൻ ചെന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞു. ഞാനിങ്ങനെ പറയാം, ഈ 15-ാം വാക്യത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുമ്പോ തൊട്ട് മുമ്പിലൊന്നും ദൈവത്തോളം ബന്ധമോടെ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരങ്ങൾ നിന്ദിച്ചപ്പോ, മറ്റുള്ളവർ മാറ്റിക്കളഞ്ഞപ്പോ, നിസ്സാരന്മാരായ കുറച്ചു പേർ മാത്രം കൂടെ ഉള്ളപ്പോ ഇബ്താഹ് ചെന്ന് ദൈവസന്നിധി കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, എനിക്ക് അവകാശം തരുന്നില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഭൂമിയിൽ അവകാശമില്ല, എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല, എനിക്ക് ഈ ഭൂമിയിൽ സഹോദരങ്ങളില്ല, എനിക്ക് കുറച്ച് നിസ്സാരന്മാരായ കുറച്ചു പേരേ ഉള്ളൂ. തന്റെ കരച്ചിൽ ദൈവസന്നിധിയിൽ അറിയിച്ചു. ആ ഇബ്താഹിന്റെ കരച്ചിൽ ദൈവം കേട്ടു. തള്ളിക്കളഞ്ഞവൻ തലവനായി, സേനാധിപതിയായി. പക്ഷെ അപ്പോഴും അവൻ ദൈവസന്നിധി വിട്ടില്ല. അവൻ ദൈവസന്നിധി ചെന്ന് തന്റെ കാര്യമെല്ലാം പറഞ്ഞു. നിങ്ങൾ നോക്കണം, തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, ഇബ്താഹിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. 33-ാം വാക്യം വരുമ്പോൾ ഉണ്ടല്ലോ, 70 പട്ടണം ജയിച്ചടക്കുകയാണ് ഇബ്താഹ്. സ്തോത്രം, തള്ളിക്കളയപ്പെട്ടവൻ, അവകാശം തരത്തില്ലെന്ന് പറഞ്ഞവൻ, ഇപ്പൊ 20 പട്ടണം ജയിച്ചടക്കി. ഞാൻ അതിങ്ങനെ പറയാം, സഹോദരങ്ങൾ കൊടുത്ത എന്തോ ഉണ്ട്. സഹോദരങ്ങൾ പറഞ്ഞ എന്തുവാ? അവകാശം തരത്തില്ലെന്ന്. പക്ഷെ നിങ്ങൾ നോക്കിയേ, സഹോദരങ്ങൾ കൊടുത്ത എന്തോ കൊടുക്കും. പക്ഷെ ദൈവം അവനെ മൂലക്കല്ലാക്കി മാറ്റിയപ്പോ 20 പട്ടണം ജയിച്ചടക്കുക. ഒന്നുകൂടെ പറഞ്ഞ, 20 പട്ടണം അവകാശമായി അവന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കണേ,
ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ, നിന്നെ തള്ളിക്കളഞ്ഞവർ കാണുകെ നിനക്ക് ലഭിക്കേണ്ട നന്മകൾ കൈവശം വന്നെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ന്യായമായി ലഭിക്കേണ്ട പലതും ഒരുപക്ഷെ കിട്ടിയില്ലെന്ന് ഓർത്ത് നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ വായിക്കുന്നു, ദൈവം നിന്നെ മാനിച്ചാൽ 20 പട്ടണമാണ് പിടിച്ചടക്കിയേ. ഇനിയും 12-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു, ഇബ്താഹ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു. കണ്ടോ, ന്യായാധിപനായി മാറി. അപ്പൊ കേവലം തലവനായല്ല, എണ്ണപ്പെട്ട ന്യായാധിപനിൽ ഒരുവനായി ഇബ്താഹ് മാറി. ഇവൻ ആരായിരുന്നു? തള്ളപ്പെട്ടവനായിരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നീ സമൂഹത്തിൽ തള്ളപ്പെട്ടവനായിരിക്കാം, കുടുംബത്തിനകത്ത് തള്ളപ്പെട്ടവനായിരിക്കാം, സഹോദരന്റെ മുമ്പിൽ തള്ളപ്പെട്ടവനായിരിക്കാം, ദേശത്ത് തള്ളപ്പെട്ടവനായിരിക്കാം. പക്ഷെ ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ നിന്നെ ന്യായാധിപനായി എന്റെ ദൈവം മാറ്റുകയാണ്. 6 സംവത്സരം ഇസ്രായേലിന് ന്യായാധിപനായി ദൈവം ഇബ്താഹിനെ മാറ്റി. അവിടെ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ. എബ്രായലേഖനം 12-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇബ്താഹ് ഉണ്ട്. കണ്ടോ, പണമുള്ള ശലോമോനില്ല, കഴിവുള്ള പലരും അവിടെ ഇല്ല. പക്ഷേ എബ്രായലേഖന കർത്താവ് എഴുതി വരുമ്പോൾ, വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതി വരുമ്പോൾ ഇബ്താഹിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ, ഞാൻ ഈ ഭാഗം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മൺമറഞ്ഞ കാലങ്ങൾ മുൻപോട്ട് പോയെങ്കിലും അവൻ ആരെന്ന് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നവരോട് പറയട്ടെ, തള്ളിക്കളയപ്പെടുക നിന്നെ, മാറ്റി നിർത്തിയ നിന്നെ ന്യായാധിപനാക്കി മാറ്റാൻ, വിശ്വാസ വീരനാക്കി മാറ്റാൻ അവൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാലങ്ങൾ കഴിഞ്ഞാലും നാളുകൾ അവസാനിച്ചാലും അവൻ വർഷങ്ങൾ മുൻപോട്ട് പോയാലും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തും. നിന്നെ കുറിച്ച് സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ ദൈവം ആ കാര്യങ്ങളെ എഴുതി വെപ്പിക്കും. അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗവും കൂടെ പറയാം. പഴയ നിയമത്തെ ആളുകൾ കൊണ്ട് അവസാനിപ്പിക്കാതെ പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും മുമ്പിൽ വിശ്വാസ വീരനായി ഇബ്താഹിനെ ദൈവം മാറ്റാൻ കാരണം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയതാ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക, മോശയെ ഉയർത്തിയെങ്കിൽ, ദാവീദിനെ ഉയർത്തിയെങ്കിൽ, ഇബ്താഹിനെ ഉയർത്തിയെങ്കിൽ എന്നെയും നിങ്ങളെയും ഉയർത്താൻ ദൈവശക്തനാ. നീ ദൈവസനിൽ മൗനമായിരിക്കെ. നിന്ദകളും ആക്ഷേപങ്ങളും തള്ളിപ്പറച്ചിലും ഒക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷേ ദൈവം മുമ്പാകെ താണിരിക്കൂ. ഇബ്താഹിനെ മാനിച്ച ദൈവം, മോശയെ മാനിച്ച ദൈവം, ദാവീദിനെ മാനിച്ച ദൈവം നിന്നെ മാനിക്കും. നോക്ക്, ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ എബ്ബേസ്. 4-ാം അധ്യായം 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. സ്തോത്രം. ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് എബ്ബേസ് എന്ന് അമ്മ പേരിട്ടു. അവിടെ വായിക്കുന്ന ഭാഗം, എബ്ബേസ് തന്റെ സകല സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി മാറി. അവന്റെ പ്രാർത്ഥന നമുക്കറിയാം, വിശദമാക്കേണ്ട ആവശ്യമില്ല. അമ്മ പറഞ്ഞു, ദശരഥപുത്രൻ, ഞാൻ അതിങ്ങനെ പറയാം, നീ ജനിച്ചതിന് ശേഷം എനിക്കൊരു സമാധാനം ഉണ്ടായിട്ടില്ല, അല്ലേ? ഒരുപക്ഷെ അമ്മ പറഞ്ഞു, നീ ജനിച്ചത് ഒരു ദശരഥപുത്രനായിട്ടാ, നീ എനിക്ക് മാന്യനല്ല. നീ അവരെ നോക്ക്, ഇവരെ നോക്ക്, എന്റെ സഹോദരൻ, നിന്റെ സഹോദരങ്ങളെ നോക്ക്, അവരൊക്കെ എത്ര മാന്യന്മാരായി. നീ ജനിച്ചതേ ദശരഥപുത്രനായിട്ടാണ്. നീ തള്ളിക്കളയപ്പെട്ടവനാണ്, നീ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. അമ്മയുടെ വാക്കുകൾ ഒരു ഇടുത്തി പോലെ ഹൃദയത്തിൽ പതിക്കപ്പെട്ട എബ്ബേസ് പ്രാർത്ഥനാ മുറി കയറി. അവൻ അറിയാൻ തുടങ്ങി, അമ്മ എനിക്ക് പേരിട്ടത് വ്യസനപുത്രൻ എന്നാ. ലോകം എന്നെ വ്യസനപുത്രൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുക. ഞാൻ ആരുടെ മുമ്പിൽ മാന്യനല്ല, തള്ളപ്പെട്ടവനാണ് ഞാൻ. പ്രാർത്ഥനാ മുറിയിൽ ഹൃദയം പങ്കുവെച്ചപ്പോ എബ്ബേസ് പ്രാർത്ഥിച്ചു, നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം, എന്നെ അതിന് വിശാലമാക്കണം, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി ഭവിക്കരുത്. അടുത്ത വായിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചതിനെ ദൈവം അവന് നൽകി, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി.
അതിന് മറുപടിയാണ് സഹോദരങ്ങളെക്കാൾ മാന്യനായവൻ മാറിയത്. 2-ാം അധ്യായം പഠിക്കുമ്പോ ഒരു കാര്യം ഓർത്തോണം, എബ്ബേസിന്റെ പേരിൽ ഒരു പട്ടണമായി. 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, എബ്ബേസിൽ പാർത്തു. അവൻ പാർത്ത ദേശം അവന്റെ പേരിൽ അറിയപ്പെട്ടു. കേട്ടോ, അവൻ പാർത്ത ദേശം അവന്റെ പേരിൽ അറിയപ്പെട്ടു. 2:55 വായിക്കുമ്പോ അവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. കണ്ടോ, അവൻ പാർത്ത ദേശം അവന്റെ പേരിൽ അറിയപ്പെട്ടു, അവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടായി. അങ്ങനെയാണെങ്കിൽ തള്ളിക്കളയപ്പെട്ടവൻ അവന്റെ പേരിൽ ദേശം അറിയപ്പെട്ടെങ്കിൽ, ആ ദേശം ഉയർത്തപ്പെട്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടോ? തള്ളിക്കളഞ്ഞവരെ മൂലക്കല്ലാക്കി മാറ്റും. പുതിയ നിയമത്തിൽ ഒരാളുടെ കാര്യം പറഞ്ഞ് ഞാൻ പ്രധാന ചിന്തയിലേക്ക് വേഗം പിന്നെയും പ്രവേശിക്കാം. പൗലോസ് നോക്ക്, പൗലോസ് പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നുകൊണ്ട ലേഖനത്തിലേക്ക് വരുമ്പോ 15-ാം അധ്യായം 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് പറയാ, എനിക്കൊരു അകാലപ്രജ പോലെ പ്രത്യക്ഷമായി കിട്ടിയതാ. എല്ലാവർക്കും ഒടുവിൽ. ഞാൻ അപ്പോസ്തലന്മാരിൽ വലിയവനൊന്നുമല്ല. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പലരും പറയും തന്നെ ലേഖനങ്ങൾ ഈടുറ്റതാണ്, ഘനമുള്ളതാണെന്നൊക്കെ പറയുന്നു, പക്ഷെ ശരീര സന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവുമത്രേ എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നുണ്ട് വാക്ക് നിന്ദ്യമാണ്, എനിക്ക് വാക്ചാതുര്യമില്ല. 15-ാം അധ്യായത്തിൽ 5-ാം വാക്യം വായിക്കുന്നു, ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനല്ല, ആണ് എങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. കണ്ടോ, വാക്സാമർത്ഥ്യമില്ലാത്തവൻ, പരിജ്ഞാനമില്ലാത്തവൻ, ശരീരസന്നിധിയിൽ നിന്ദിക്കപ്പെട്ടവൻ. നമ്മൾ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പലരും അവനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. വാക്ചാതുര്യമില്ലാത്തവൻ, വാക്സാമർത്ഥ്യമില്ലാത്തവൻ, ശരീരസന്നിധി നിന്ദ്യമാക്കുന്നവൻ, നിന്ദ്യമായവൻ, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെ പ്രത്യക്ഷമായവൻ. പക്ഷെ നിങ്ങൾ നോക്ക്, പലരും അവനെ തള്ളിക്കളഞ്ഞപ്പോ, പലരും അവനെ ഉപേക്ഷിച്ചപ്പോൾ പൗലോസ് പറയുന്നു, പക്ഷെ അവരെക്കാളൊക്കെ അധികം ഞാൻ അധ്വാനിച്ചു. 15-ാം അധ്യായത്തിലുണ്ട് കേട്ടോ, 15-ാം അധ്യായം 23 വാക്യങ്ങൾ വായിക്കുമ്പോഴുണ്ട്, അവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു, ഏറ്റവും അധികം ഞാൻ അധ്വാനിച്ചു. അവൻ അനുഭവിക്കപ്പെട്ടതൊക്കെ അവിടെയുണ്ട്. പോകട്ടെ, ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവസഭയ്ക്ക് വിശിഷ്ടമായ ലേഖനങ്ങൾ എഴുതാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവനാണ് പൗലോസ്. തള്ളിക്കളഞ്ഞ കല്ല്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം, തള്ളിക്കളയപ്പെട്ടിരിക്കുന്നുവോ ദൈവം നിങ്ങളെ മാനിക്കും. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയെങ്കിൽ പഴയ നിയമ പുതിയ നിയമ ചരിത്രങ്ങൾ, വ്യക്തികൾ ഒക്കെ പഠിച്ചാൽ, ഞാൻ പറഞ്ഞ വിശദമായി പഠിച്ചാൽ ധാരാളം പേരുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഈ ചിന്തകൾ പ്രവേശിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഭവനത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്, അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് പരിഹസിക്കപ്പെട്ടവരുണ്ട്, തള്ളിക്കളയപ്പെട്ടവരുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്. യോബിനെ നോക്ക്, സ്തോത്രം, ലേയെ നോക്ക്, ഒത്തിരി പേരുണ്ട്. പോകട്ടെ, ഒക്കെ തള്ളിക്കളയപ്പെട്ടവരാ. പക്ഷെ ദൈവം അവനെ മാനിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ മാനിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഭാഗമുണ്ട്, ഈ വാക്യം പ്രവചന ഭാഗമാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമാണ്. അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഇത്തിരി വിശദമാക്കുന്നില്ല. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗം. സ്തോത്രം, തള്ളിക്കളഞ്ഞ കല്ല്, വീട് പറയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഈ ഭാഗം അത് തന്നെയാണ് വിശദമാക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച്. എന്റെ യേശുവിനെ ഉയർത്തി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. നോക്ക്, തള്ളിക്കളഞ്ഞപ്പെട്ട കല്ലാണ് യേശു. ജനനം നോക്ക്, വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ, അവനെ കിടത്തുവാൻ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വെളിത്തൊട്ടിൽ കൊണ്ട് കിടത്തുകയാണ് ജീസസ്. അരക്കാശിന് മുതലില്ലാതെ, തലയായിക്കാൻ സ്ഥലമില്ലാതെ, വഴിയാധാര ജീവിയായി
എന്റെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. തള്ളിക്കളയപ്പെട്ട കല്ല്. നോക്ക്, മാതാപിതാക്കൾ യേശുവിനെ കൊണ്ട് ദൈവാലയത്തിലേക്ക് പോയ ഭാഗം നമുക്ക് ലൂക്കോസ് 2-ാം അധ്യായത്തിൽ കാണാം. അവിടെ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോ മകനെ മറന്നുപോയ അപ്പനെയും അമ്മയും നമുക്കറിയാം. കൂടെ ഉണ്ടാകുമെന്ന് ഊഹിച്ച് കടന്നു പോകുന്ന അപ്പനും അമ്മയും. എത്ര തിരക്കാണെങ്കിലും, പ്രത്യേകിച്ച് പൊതുവായ സ്ഥലത്ത്, തിരക്കുള്ള സ്ഥലത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ, മക്കളെ മറക്കുന്നവരാണോ അപ്പനും അമ്മയും? ചതേ, അപ്പനും അമ്മയും അവനെ മറന്നുപോയി. ഇനിയും ലൂക്കോസ് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 9:22 വാക്യം മാത്രം ഞാൻ വായിച്ചു വിടുന്നു. അവിടെ വായിക്കുന്ന ഭാഗമുണ്ട്, ശാസ്ത്രിമാരും പുരുഷന്മാരും അവനെ തള്ളിക്കളഞ്ഞു. 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവനെ തള്ളിക്കളഞ്ഞു. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 66-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുരുഷാരം ശിഷ്യന്മാർ അവനെ തള്ളിക്കളഞ്ഞു. മർക്കോസ് 14-ലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ടുപോയി, അപ്പോസ്തലന്മാർ അവനെ വിട്ടുപോയി. അവന്റെ മരണത്തോടടുക്കുന്ന സമയം നമുക്കറിയാം. കൂടെ നിന്ന് യൂദ ഇസ്കറിയോത്ത് അവനെ തള്ളിക്കളഞ്ഞു. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ, മറക്കത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് വേലക്കാരുടെ മുമ്പിൽ അവനെ തള്ളിക്കളഞ്ഞു. ഞാൻ വിശദമാക്കാഞ്ഞത് ഈ ഭാഗങ്ങളെല്ലാം ദൈവമക്കൾക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ടാണ്. അപ്പോ ജനനം തള്ളപ്പെട്ട അനുഭവത്തിൽ, മാതാപിതാക്കൾ മറന്നുപോയ അനുഭവത്തിൽ, ശാസ്ത്രിമാർ പുരോഹിതന്മാർ തള്ളിക്കളഞ്ഞു, പുരുഷാരം മറന്നു, ശിഷ്യന്മാർ മറന്നു, അപ്പോസ്തലന്മാർ മറന്നു, യൂദാ ഇസ്കറിയോത്ത് തള്ളിക്കളഞ്ഞു, പത്രോസ് തള്ളിപ്പറഞ്ഞു, സകലരാലും തള്ളപ്പെട്ടു. എന്തിന്? കാൽവരി ക്രൂശിൽ കിടക്കുമ്പോ പിതാവേ നീ പോലും എന്നെ കൈവിട്ടോ, എല്ലാവരും തള്ളപ്പെട്ടു പോയോ എന്ന് ഭയപ്പെട്ട് കരയുന്ന, വേദനപ്പെടുന്ന, മനം കലങ്ങി കരയുന്ന യേശുവിനെ നമുക്ക് കാണാം. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. സ്വന്തം ജനം തള്ളിക്കളഞ്ഞു. ഓക്കെ, ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ യേശു, തള്ളപ്പെട്ട യേശു. സ്തോത്രം. പത്രോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ അതെന്താ സംഭവിച്ചത്? 2-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. കണ്ടോ, മനുഷ്യൻ തള്ളി, പക്ഷേ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ കല്ലായി അവൻ മാറി. പോരാ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 വാക്യങ്ങൾ വായിക്കുമ്പോ അവൻ താഴ്ത്തപ്പെട്ടു, അവൻ തള്ളപ്പെട്ടു. പക്ഷെ എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി വിളിച്ചു പറയുകയും ചെയ്യും. തള്ളപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ, കൈവിടപ്പെട്ടവൻ ആരായി മാറി? സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവനും നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു തള്ളപ്പെട്ടവനായിരുന്നു. ആ തള്ളിക്കളഞ്ഞ കല്ലിനെ മുലക്കല്ലാക്കി മാറ്റി. പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു, മനുഷ്യൻ തള്ളിയതെങ്കിലും
ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? തള്ളപ്പെട്ട നമുക്ക് അവന്റെ അടുക്കൽ വന്ന പാഴായ ശൂന്യമായ വിലയില്ലാതിരുന്ന ഉപയോഗശൂന്യമായ നമ്മെ മനോഹര ശില്പങ്ങളായി മാറ്റുകയാണ്. അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി മാറുകയാണ്. ബാക്കി ഭാഗം ഞാൻ വിടുന്നു. പണിയപ്പെടുകയാണ്, മനോഹരമായി പണിയപ്പെടുകയാണ്. എന്താ സംഭവിച്ചത്? നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായി പോയ അനുഭവങ്ങൾക്ക് മധ്യത്തിൽ ദൈവം പണിയുകയാണ്. യേശുവിനെ തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റിയെങ്കിൽ എന്നെയും നിങ്ങളെയും മൂലക്കല്ലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നമ്മൾ അവന്റെ കയ്യിൽ ചെല്ലണം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ഭാഗം ഒന്നുകൂടെ പറയാം. എല്ലാ പാഴ്വസ്തുക്കളും ശില്പങ്ങളായി മാറിയിട്ടില്ല. ശില്പിയുടെ കയ്യിൽ എത്തപ്പെട്ടത് മാത്രമേ മനോഹര ശില്പങ്ങളായി മാറിയിട്ടുള്ളൂ. നീ തള്ളിക്കളയപ്പെട്ടവനാണോ? നീ ഉപേക്ഷിക്കപ്പെട്ടവളാണോ? സമൂഹത്തിൽ, കുടുംബത്തിൽ, ദേശത്ത്, സഭയിൽ, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നീ ഉപേക്ഷിക്കപ്പെട്ടവളാണോ? തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? അവന്റെ കയ്യിലേക്ക് കൊടുക്കൂ. എല്ലാ കണ്ണും വളയട്ടെ. ഓ ജീസസ്, 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 ജീസസ്. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? തള്ളിക്കളഞ്ഞ എന്നെ മൂലക്കല്ലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. തള്ളിക്കളഞ്ഞ എന്നെ മൂലക്കല്ലാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഓ ജീസസ്, ഓ ജീസസ്. യേശുവിനെ നോക്ക്, യേശുവിനെ നോക്ക്. എല്ലാവരും തള്ളിക്കളഞ്ഞു, എല്ലാവരും ഉപേക്ഷിച്ചു, എല്ലാവരും മാറ്റി നിർത്തി. ജനിക്കുമ്പോൾ കിടത്തുവാൻ സ്ഥലമില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ, തലചായ്ക്കാൻ സ്ഥലമില്ലാതെ ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു. പക്ഷേ ലോകം പറഞ്ഞു നീ അവൻ അവസാനിച്ചെന്ന്, യഹൂദജനം പറഞ്ഞു അവൻ അവസാനിച്ചെന്ന്. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റിയെങ്കിൽ ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഓ അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ, തലചായ്പാനും സ്ഥലമില്ലാതെ, 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കർത്താവേ നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമി
തള്ളിക്കളയപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ, ഒന്നുമില്ലാതിരുന്നവൻ, എല്ലാവർക്കും നന്മ ചെയ്തവൻ, എല്ലായ്പ്പോഴും സന്തോഷിച്ചവൻ, ആർക്കും ഒന്നുമില്ലാതെ, ആർക്കുമൊന്നും കുറ്റം പറയാൻ കഴിയാത്തവൻ, പക്ഷെ എല്ലാവരും തള്ളപ്പെട്ടവൻ. ഏതു കരം കൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയോ? ഏത് കരം കൊണ്ട് കുഷ്ഠരോഗികളെ മാറോട് അണച്ചുവോ? ഏത് കരം കൊണ്ട് അപ്പത്തെ വർദ്ധിപ്പിച്ചു നൽകിയോ? ആ കരന്റെ കാലിനുപാടുകളാൽ ആ മരക്കുരിശിനോട് ചേർത്തടിക്കുക. എല്ലാവരും അവനെ തള്ളി, അവന്റെ മുഖത്ത് അവൻ ആഞ്ഞു തുപ്പി, അവന്റെ തലയിൽ ഒരു മിൽക്കിരീടം വെച്ചു. രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുകയാണ്. തള്ളപ്പെട്ടവനായി, നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പോ, എല്ലാവരും അവനെ തള്ളിക്കളയുമ്പോ, വഴി കൂടെ കടന്നു പോകുന്നവർ പോലും അവനെ പരിഹസിക്കുമ്പോൾ, എന്തിന് കൂടെ ക്രൂശിക്കപ്പെട്ടവൻ പോലും അവനെ കളിയാക്കുമ്പോൾ, അവനെ തള്ളിപ്പറയുമ്പോ, തള്ളിക്കളയപ്പെട്ട ആ കല്ലിനെ പിന്നത്തേതിൽ മൂലക്കല്ലാക്കി മാറ്റിയെങ്കിൽ, എന്റെ കർത്താവിനെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയർത്തിയെങ്കിൽ, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമേ, ഉണ്മയായി ദൈവത്തെ പിൻപറ്റുന്ന കർത്തദാസനെ, അഭിഷിക്തനെ, നീ തള്ളപ്പെട്ടവനാണോ? നീ ഉപേക്ഷിക്കപ്പെട്ടവനാണോ? തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന കർത്താവിന്റെ കരം ഇന്ന് പകൽ നിന്നോടുകൂടെ ഉണ്ട്. മക്കൾ, ദൈവമക്കളെ, അഭിഷക്തന്മാരെ വിശ്വസിക്കുക. എവിടെ നിന്നെ തള്ളിക്കളഞ്ഞോ, എവിടെ നിന്നെ നിന്ദിച്ചോ, അവിടെ 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 നിന്നെ മാനിക്കും. നിന്നെ ഞങ്ങൾക്ക് ന്യായ കർത്താവായി അധികാരിയായി ആക്കിയത് ആരെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ മോശയെ അവിടെ തന്നെ നിയോഗിച്ചാക്കി അയച്ചതുപോലെ നിന്നെ ഉയർത്തി മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാ കണ്ണുമടയട്ടെ. നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം നിന്നെ മാനിക്കുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ധൈര്യപ്പെടുന്നു? പ്രിയ കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറിയ യേശു കർത്താവിന്റെ ചിത്രം ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മനസ്സിലേക്ക് നൽകിയത് കൊണ്ട് നന്ദി. എല്ലാവരും തള്ളപ്പെട്ടവരെ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരെ ദൈവം മനോഹര പാത്രങ്ങളായി പണിതെങ്കിൽ, പാഴായി പോയതിനെ, പാഴും ശൂന്യമായി തീർന്ന ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഇത്ര മനോഹരമായി അങ്ങ് ചമച്ചെടുത്തെങ്കിൽ, ജീസസ്, ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന, തള്ളപ്പെട്ട് കിടക്കുന്ന, പാഴായി പോയ, ശൂന്യമായി പോയ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെയും മാറ്റിയെടുക്കുമല്ലോ. ഓ ജീസസ്, പലരെയും ശബ്ദം ചെവിയിൽ മുഴങ്ങി, നീ പാഴായി പോയി, നിന്നെ കൊണ്ടൊരു പ്രയോജനമില്ല, നീ ശൂന്യമായി പോയി, നിന്നെ ഒരു കാശിനി കൊള്ളത്തില്ല, നീ വീട്ടിന്, നീ സമൂഹത്തിന് ഒരു തലവേദന തന്നെയാണ്, നീ ഒരു വ്യസനപുത്രൻ തന്നെയാണ്. തള്ളിക്കളയപ്പെട്ടവർ ഉണ്ട് കർത്താവേ. ഈ സന്ദേശം കേൾക്കുന്നവർ പലരാലും ഉപേക്ഷിക്കപ്പെട്ടവർ, പലരുടെ വാക്കുകൊണ്ടും പലരുടെ പ്രവൃത്തി കൊണ്ടും ഒറ്റപ്പെട്ടവർ, തള്ളപ്പെട്ടവർ ഉണ്ട്. ഈ രാവിലെ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. എപ്പോഴൊക്കെ ഈ സന്ദേശം ആരൊക്കെ കേൾക്കുന്നുവോ കർത്താവ് അത് കേൾക്കണമേ, അവരെ അറിയണമേ. അപ്പ
യേശുവിന്റെ നാമത്തിൽ അവരുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ. യെസ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും എല്ലാം അവന്റെ കാൽക്കീഴ് വെച്ചതുപോലെ നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിക്കുമാറ് ഈ ജനത്തെ ദൈവം മാറ്റിയെടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കേണ്ടതിനായി ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദർശിക്കേണ്ട എല്ലാവരും കർത്താവ് ആശീർവദിക്കണമേ. ലോകമെമ്പാടും എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കേരളത്തെ നീ ഓർക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ നീ ഓർക്കണമേ. ലോകവ്യാപനം വർദ്ധിക്കുന്നപ്പോ ഒരു കണ്ടുമുള്ള ദൈവം ചെയ്യണമേ. ലോകരാജ്യങ്ങളെ ഓർക്കണമേ. അഭിഷക്തന്മാർ ദൈവമക്കളെ ഓർക്കണമേ. കണ്ണമ്പള്ളി സഭയെ, കുടുംബങ്ങളെ ഒരിക്കൽ കൂടെ യേശുവിന്റെ ഏറ്റവും ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ നന്മയുടെ ആഴ്ചയാക്കി മാറ്റണമേ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും നാമച്ചൊല്ലി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ പ്രാർത്ഥന കിടന്നതിലേക്ക് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മൾ സംസാരിച്ചതുകൊണ്ട് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ത്രിയേകദൈവകൃപകൾ, ആശീർവാദങ്ങൾ, കരുണകൾ, കാവലുകൾ നമ്മുടെ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഈ സന്ദർശിക്കേണ്ട എല്ലാ ദൈവമക്കളോടും വിശേഷാൽ കണ്ണമ്പള്ളി സഭയിലെ ദൈവമക്കളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയതെന്ന കർത്താവിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു. തള്ളിക്കളഞ്ഞ കല്ല് മുല്ലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ആമേൻ ആൻഡ് ആമേൻ. താങ്ക് യു.